സ്റ്റാർട്ടപ്പ് രംഗത്ത് കേരളത്തിൽ മികച്ച വളർച്ചയെന്ന നിലപാട് തിരുത്തി ശശി തരൂർ. വ്യവസായ വളർച്ച കടലാസിൽ മാത്രം ഒതുങ്ങരുത്, വസ്തുതകൾ സർക്കാർ പറഞ്ഞതുപോലെയെന്നും തരൂർ. പ്രതികരണം. 9 വർഷത്തിനിടെ കേരളത്തിൽ 42,000-ലേറെ വ്യവസായങ്ങൾ പൂട്ടിയെന്ന ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടി. SSLC +2 പരീക്ഷകൾ നാളെ മുതൽ. SSLC പരീക്ഷ എഴുതുന്നത് 4.26 ലക്ഷം വിദ്യാർത്ഥികൾ. 4 ലക്ഷം വിദ്യാർത്ഥികൾ +2 പരീക്ഷ എഴുതും. പരീക്ഷകൾ അവസാനിക്കുന്നത് മാർച്ച് 26. താമരശ്ശേരി ഷഹബാസ് കൊലപാതകത്തിൽ പ്രധാന പ്രതിയുടെ പിതാവിന് കൊട്ടേഷൻ ബന്ധമെന്ന് വിവരം. പിതാവ് TP വധക്കേസ് പ്രതി TK രജീഷിനൊപ്പം നിൽക്കുന്ന ചിത്രം പുറത്ത്. പ്രധാന പ്രതിയുടെ വീട്ടിൽ നിന്ന് മർദ്ദിക്കാൻ ഉപയോഗിച്ച നഞ്ചക്ക് കണ്ടെടുത്തു. ഷഹബാസ് മരിച്ചത് നഞ്ചക്ക് കൊണ്ടുള്ള അടിയിൽ തലയോട്ടി പൊട്ടി. പ്രതികൾക്ക് രാഷ്ട്രീയ സ്വാധീനമെന്നും പരമാവധി ശിക്ഷ നൽകണമെന്നും ഷഹബാസിന്റെ പിതാവ്. അവർക്ക് കിട്ടാവുന്ന പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കും. സ്വാധീനിച്ച് അതിൽ പങ്കെടുത്ത ഈ പ്രശ്നമായിട്ട് പങ്കെടുത്ത ആളുകളിൽ ഞാൻ അറിയാൻ കഴിഞ്ഞത് രാഷ്ട്രീയത്തിൽ വളരെ പിടിപാടുള്ള ആളുകളാണ്. അവർ സ്വാധീനിച്ച് അവരെ മക്കൾ അവരെ രക്ഷിച്ചു കൊണ്ടുപോകും. വീണ്ടും ഈ ഒരു സ്റ്റേജിലേക്ക് തന്നെയാണ് എത്താൻ. എറണാകുളം കാക്കനാട് വിദ്യാർത്ഥിക്ക് നേരെയുള്ള നായ്ക്കുരുടപ്പൊടി പ്രയോഗത്തിൽ കേസെടുത്ത് പോലീസ്. കേസ് 6 വിദ്യാർത്ഥികൾക്കും 2 അധ്യാപകർക്കുമെതിരെ. പാലക്കാട് വിദ്യാർത്ഥിയുടെ മൂക്കിടിച്ച് തകർത്ത സംഭവത്തിൽ ആരോപണവുമായി പിതാവ്. പ്രതിയെ ജാമ്യത്തിന് വിട്ടതിന് പിന്നിൽ രാഷ്ട്രീയ സ്വാധീനമെന്നും മകന്റെ മൊഴി രേഖപ്പെടുത്തിയില്ലെന്നും ആരോപണം. ശിക്ഷ കിട്ടാവുന്ന വകുപ്പ് പ്രകാരമുള്ള ജാമ്യമില്ലാ കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത്. പക്ഷേ സ്റ്റേഷനിൽ ജാമ്യത്തിൽ വിട്ടു എന്നാണ് ഇപ്പോൾ കിട്ടിയ അറിവ്. അത് മാത്രമല്ല, സങ്കടകരമായ ഒരു അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മോൻ്റെ മൊഴി പോലും ഇതുവരെ പോലീസ് രേഖപ്പെടുത്തിയിട്ടില്ല. മൊഴി രേഖപ്പെടുത്തി യഥാർത്ഥ വസ്തുതകൾ പോലീസ് മനസ്സിലാക്കുന്നതിന് മുൻപ് തന്നെ പ്രതിനെ ജാമ്യത്തിൽ വിട്ടു എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. തിരുവല്ല ശ്രീവല്ലഭ ക്ഷേത്രത്തിൽ ഉത്സവത്തിനിടെ ആന ഇടഞ്ഞ ആന ഉത്സവത്തിനെത്തിച്ച മറ്റൊരു ആനയെ കുത്തി. കീഴ്ശാന്തിമാർ ഉൾപ്പെടെയുള്ള 7 പേർക്ക് പരിക്ക്. കാഞ്ഞങ്ങാട് വാട്സാപ്പിലൂടെ മുത്തലാഖ് ചൊല്ലിയെന്ന പരാതിയിൽ ഭർത്താവിനും കുടുംബത്തിനുമെതിരെ കേസ്. ഹൊസ്ദുർഗ് പോലീസ് കേസെടുത്തത് മുസ്ലിം സ്ത്രീ വിവാഹ സംരക്ഷണ നിയമപ്രകാരം. മാതാവിനും സഹോദരിക്കുമെതിരെ സ്ത്രീധന നിരോധന നിയമപ്രകാരവും കേസ്. കല്ലൂരാവി സ്വദേശിയായ 21 വയസ്സുകാരെ വാട്സാപ്പ് വഴി മുത്തലാഖ് ചൊല്ലിയത് കഴിഞ്ഞ മാസം 21-ന്. കണ്ണൂർ പാലൂരിൽ കാട്ടുപന്നി ആക്രമണത്തിൽ കർഷകന് ദാരുണാന്ത്യം. മരിച്ചത് മാഗേരി വള്ളിയായി സ്വദേശി ശ്രീധരൻ. കാട്ടുപന്നി ആക്രമിച്ചത് കൃഷിയിടത്തിൽ വെച്ച്. പന്നിയെ നാട്ടുകാർ തല്ലിക്കൊന്നു. വയനാട് മേപ്പാടി നെടുമ്പാലയിൽ വേലിയിൽ കുടുങ്ങിയ പുലിയെ മയക്കുവെടി വെച്ച് കൂട്ടിലേക്ക് മാറ്റി. പുലി വീണത് മൃഗങ്ങളെ കുടുക്കാൻ വെച്ച കെണിയിലെന്ന് DFO. വയറിന് പരിക്കേറ്റ പുലിയുടെ നില ഗുരുതരം. വൈത്തിരിയിലെത്തിച്ച് ചികിത്സ നൽകി. ഹരിയാനയിൽ സ്യൂട്ട് കേസിൽ കണ്ടെത്തിയ മൃതദേഹം തിരിച്ചറിഞ്ഞു. മരിച്ചത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തക ഹിമാനി നർവാൾ. മൃതദേഹം കണ്ടെത്തിയത് സാംപ്ലോ ബസ് സ്റ്റാൻഡിന് സമീപം. ഭാരത് ജോഡോ യാത്രയിലടക്കം സജീവമായിരുന്നു ഹിമാനി. ചരിത്രമെഴുതി അമേരിക്കൻ സ്വകാര്യ സ്പേസ് കമ്പനി ഫയർഫ്ലൈ. ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തി. ബ്ലൂ ഗോസ്റ്റ് ലാൻഡർ നേട്ടം കൈവരിക്കുന്ന 2ാമത്തെ സ്വകാര്യ കമ്പനി. ദൃശ്യങ്ങൾ കാത്ത ശാസ്ത്രലോകം. ചാമ്പ്യൻസ് ട്രോഫിയിൽ ന്യൂസിലാൻഡിനെ തകർത്ത ഇന്ത്യ. 3ാം ജയം 44 റൺസിന്. വരുൺ ചക്രവർത്തിക്ക് 5 വിക്കറ്റ്. സെമിയിൽ ഇന്ത്യയുടെ എതിരാളി ഓസ്ട്രേലിയ. കേരളത്തെ മറികടന്ന് വിദർഭ രഞ്ജി ട്രോഫി ചാമ്പ്യന്മാർ. കിരീട നേട്ടം 1ാം ഇന്നിംഗ്സ് ലീഡിന്റെ കരുത്തിൽ.